രാഷ്ട്രീയ അനിശ്ചിതത്വം നിലനിർത്തി പി.ജെ. ജോസഫ്. പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ചില കാര്യങ്ങളിൽ അതൃപ്തിയുണ്ടെന്ന് പി.ജെ. ജോസഫ് പറഞ്ഞു. തിങ്കളാഴ്ച ചേരുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുമെന്നും യു.ഡി.എഫിനൊപ്പം നിൽക്കണമോ എന്ന കാര്യത്തിൽ പിന്നീട് തീരുമാനമെന്നും പി.ജെ. ജോസഫ് പറഞ്ഞു. കലുഷിതമായ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തെ 2 ദിനം കൂടി മുൾമുനയിൽ നിർത്തുന്ന നിലപാടാണ് പി.ജെ. ജോസഫ് ഇന്ന് സ്വീകരിച്ചത്. പാർട്ടിക്കുള്ളിൽ കെ.എം. മാണിയും മകൻ ജോസ് കെ മാണിയും സ്വീകരിക്കുന്ന നിലപാടുകളെ ഉൾക്കൊള്ളാൻ തയ്യാറല്ല എന്ന സൂചന തന്നെയാണ് ജോസഫ് പങ്കുവയ്ക്കുന്നത്. പാർട്ടി തീരുമാനങ്ങൾക്ക് ഏകസ്വരമെന്ന കെ.എം. മാണിയുടെ വാദം തള്ളിയാണ് ചില കാര്യങ്ങളിൽ അസംതൃപ്തിയുണ്ടെന്ന് പി.ജെ. ജോസഫ് തുറന്നടിക്കുന്നത്. അല്ല, ചില കാര്യങ്ങളിലൊക്കെ വ്യത്യാസം തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് വെച്ച് ചർച്ച ചെയ്യും. കേരള കോൺഗ്രസ് യു.ഡി.എഫ് വിടാനുള്ള തീരുമാനം മുതൽ കോട്ടയം സംഭവം വരെയുള്ള വിഷയങ്ങളിലെ അതൃപ്തിയാണ് ഇന്നലെ കെ.എം. മാണി വിളിച്ചു ചേർത്ത പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ കാരണമായതെന്നാണ് പി.ജെയുടെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത്. തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് ചേരാനിരിക്കുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തങ്ങൾക്കുള്ള വിയോജിപ്പ് പി.ജെ. ജോസഫ് വിഭാഗം തുറന്നു പറയും. ജോസ് കെ മാണിയുടെ അപ്രമാണിത്വം അംഗീകരിക്കേണ്ടതില്ലെന്ന നിലപാട് തന്നെയാകും യോഗത്തിൽ പി.ജെ. വിഭാഗം സ്വീകരിക്കുക. ഇതിനിടെ ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കളുമായി പി.ജെ. സംസാരിച്ചു. ഇതാണ് യു.ഡി.എഫിലേക്കുള്ള മടക്കയാത്ര സംബന്ധിച്ച വിഷയത്തിൽ തീരുമാനം പിന്നീടെന്ന ജോസഫിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് മോൻസ് ജോസഫ്. തിരുവനന്തപുരത്തെ യോഗത്തോടെ കാര്യങ്ങൾക്ക് വ്യക്തത വരുമെന്നും മോൻസ് ജോസഫ് പറഞ്ഞു. വ്യക്തത വരുത്തണമെങ്കിൽ പാർട്ടിയുടെ യോഗം ചേർന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ചർച്ച നടക്കുമ്പം കാര്യങ്ങളിൽ വ്യക്തത വരും. ഇപ്പോൾ ഇന്നലത്തെ യോഗത്തിൽ ഞങ്ങൾക്കെല്ലാം അസൗകര്യങ്ങൾ ഇന്നലെ രാത്രി വൈകിട്ടാണ് കൂടുന്നത്. ആ സമയങ്ങളിൽ വിവിധ പരിപാടികളിൽ എല്ലാവരും ആയിരുന്നു. അത് കഴിഞ്ഞ് എത്തിച്ചേരാനൊക്കെ ആയിട്ടുള്ള സമയവും പ്രശ്നങ്ങൾ. അപ്പോൾ സാങ്കേതികമായ അസൗകര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇന്നലത്തെ യോഗത്തിൽ എത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അടുത്ത യോഗം ഉടനെ തന്നെ ചേരും. അടുത്ത യോഗം ഇന്നലെ മാറ്റിവെച്ചു. അടുത്ത ദിവസം തിരുവനന്തപുരത്ത് നിയമസഭ ചേരുന്നതിനിടയിൽ ചേരാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം തിരുവനന്തപുരത്ത് അങ്ങനെ ചേരുന്ന പാർട്ടിയുടെ നേതൃയോഗത്തിൽ എം.എൽ.എമാരും എം.പിമാരും എല്ലാം പങ്കെടുക്കുന്ന യോഗത്തിൽ വെച്ച് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും. കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ ഭരണമാറ്റം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടില്ല നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ചർച്ച ചെയ്യട്ടെ. ഇപ്പം ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കാരണം ഇപ്പൊ ഇത്തരത്തിൽ വന്ന ചില ഈ കാര്യങ്ങളെ കുറിച്ചുള്ള, പക്ഷെ പാർട്ടിയിൽ ഭിന്നതയൊന്നും അതിന്റെ പേരിലില്ല. വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. അത് പാർട്ടിപരമായി കാര്യങ്ങൾ ചർച്ച ചെയ്ത ശേഷം ബാക്കി ആ കാര്യങ്ങളെ കുറിച്ച് പറയാം. എം.എൽ.എമാരെ ആശയവിനിമയം നടത്താൻ വേണ്ടി ഒന്നിച്ചിരിക്കാം എന്നുള്ള നിലയിലാണ്. ഇപ്പൊ ഇന്നലെയാണല്ലോ നിയമസഭ പിരിഞ്ഞത്. ഇന്നലെ നിയമസഭ പിരിഞ്ഞ് ഞങ്ങൾ എല്ലാവരും വന്നതിന് ശേഷം ഇന്നലെ തന്നെ ഇവിടുത്തെ പരിപാടികളുടെ ഒരു ബാഹുല്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാണിസാറും കുറലങ്ങാട്ടുണ്ടായിരുന്നു, ഞാനും കുറലങ്ങാട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ പി. ജോ സാർ തൊടുപുഴയായിരുന്നു. അപ്പം അതിന്റെ ഒരു തിരക്കും പ്രശ്നങ്ങളും ഇന്നലത്തെ ദിവസം ഉണ്ടായിരുന്നു. എന്നാൽ ചില ചർച്ച ചെയ്യപ്പെടേണ്ടതായ ചില പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ വെച്ച് തീർച്ചയായിട്ടും അടുത്ത യോഗത്തിൽ ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കും. അതിനുശേഷം എന്താണെന്നുള്ളത് നിങ്ങളോട് പറയാം. ഓക്കെ, താങ്ക് യു. വിവരങ്ങളുമായി ടി.പി. പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, പറയൂ. സ്വരാജ്, കേരള കോൺഗ്രസ് രാഷ്ട്രീയം വളരെയധികം കലുഷിതം നിൽക്കുന്നു എന്ന വാർത്തകൾക്ക് നടുവിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ മോൻസ് ജോസഫ് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്, പക്ഷെ അതേസമയം പാർട്ടിക്കകത്ത് ഭിന്നതയില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ നേതാക്കൾ എല്ലാവരും കൂടി സംസാരിച്ച ശേഷം മാത്രം അതിന് ആശയ വ്യക്തത കൈവരും. തിരുവനന്തപുരത്ത് ചേരുന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച യോഗത്തിൽ കൂടുതൽ വ്യക്തത ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പാലായിൽ പാർട്ടി ലീഡർ കെ.എം. മാണി വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുക്കാത്തതിനെ കുറിച്ച് അദ്ദേഹം പ്രതികരിച്ചു. സാങ്കേതികമായിട്ടുള്ള ചില അസൗകര്യങ്ങൾ മൂലമാണ് പങ്കെടുക്കാതിരുന്നതെന്നാണ് മോൻസ് ജോസഫ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ള ഒരു തുറന്ന സമ്മതിച്ചിരിക്കുകയാണ് മോൻസ് ജോസഫ്. ഒപ്പം ഭിന്നതയില്ല എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ശരി, ടി.പി. പ്രശാന്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. കോട്ടയം വിഷയത്തിൽ വിശദീകരണവുമായി CPIM മുഖപത്രം ദേശാഭിമാനി. കോട്ടയത്ത് CPIM സ്വീകരിച്ചത് യു.ഡി.എഫിനെയും BJPയെയും പരാജയപ്പെടുത്തുക എന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ LDF നിലപാടാണ്. കോൺഗ്രസ് തോറ്റതിൽ ആർക്കും വേവലാതി വേണ്ടെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ജയിപ്പിക്കേണ്ട ബാധ്യത LDFിനില്ലെന്നും മുഖപ്രസംഗം പറയുന്നു. കോൺഗ്രസ് തോറ്റതിന് ഇത്ര വേവലാതിയോ എന്ന തലക്കെട്ടിലാണ് ദേശാഭിമാനി ഇന്നത്തെ മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കോട്ടയം ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായ പരാജയം ആ പാർട്ടിയെയും UDFിനെയും വിഷമിപ്പിക്കുന്നതിൽ അത്ഭുതത്തിന് അവകാശമില്ല. എന്നാൽ ഞങ്ങളുടെ സഹജീവികളിൽ ഉൾപ്പെടെ ഇത് അസ്വസ്ഥത ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മുഖപ്രസംഗം ചോദിക്കുന്നു.
കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്തെടുത്ത തീരുമാനത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് UDF-നെയും BJP-യെയും പരാജയപ്പെടുത്തുക എന്നത്. ഈ ലക്ഷ്യം മുൻനിർത്തി കോൺഗ്രസും BJP-യും ഒഴികെയുള്ള വ്യക്തികളെയും സഹകരിക്കാവുന്ന ഗ്രൂപ്പുകളിൽ നിന്നുള്ളവരെയും സ്ഥാനാർത്ഥികളാക്കാമെന്നും അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിരുന്നു. അന്നത്തെ നിലപാടിലൂന്നിയ കാര്യം തന്നെയാണ് കോട്ടയത്ത് കണ്ടതെന്നും മുഖപ്രസംഗത്തിൽ വിശദീകരിക്കുന്നു. പ്രസിഡന്റ് രാജിവെച്ചതിനെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ UDF ഒരു വശത്തും നേരത്തെ UDF-ന്റെ ഭാഗമായിരുന്ന കേരള കോൺഗ്രസ് എം മറുവശത്തുമായി മത്സരിക്കാനിറങ്ങി. അവിടെ CPIM-നോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഭൂരിപക്ഷമില്ല. ഈ സാഹചര്യത്തിൽ കോൺഗ്രസിനെ ജയിപ്പിക്കണോ എന്ന ചോദ്യം തന്നെയാണ് അവിടെ ഉയരുക. കോൺഗ്രസിനെ ജയിപ്പിക്കേണ്ട രാഷ്ട്രീയ ഉത്തരവാദിത്വം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടോ എന്ന ചോദ്യവും പ്രസക്തമാണെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. UDF-നെയും BJP-യെയും ദുർബലപ്പെടുത്തുകയെന്ന നിലപാടിലൂന്നിയ സമീപനമാണ് കോട്ടയത്തുണ്ടായത്. അതിനെതിരെയാണ് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ആക്ഷേപമുയർന്നത്. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തിൽ ഊന്നിയുള്ളതാണെന്ന് കരുതാൻ ഉള്ള മൗഢ്യം ആർക്കും ഉണ്ടാകില്ലെന്നും പത്രം പറയുന്നു. കോട്ടയം മറയാക്കി CPIM-നെതിരെ ഉയർത്തുന്ന ആക്ഷേപങ്ങൾ കോൺഗ്രസിന് ജയിക്കാനും കോൺഗ്രസിനെ ജയിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ വിഫലമായതിന്റെ വികാരപ്രകടനങ്ങളായി മാത്രമേ കാണാനാകൂ എന്നും പത്രം ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക്. KM മാണിയോടുള്ള കോൺഗ്രസ് നിലപാടിൽ മാറ്റമില്ലെന്ന് ഉമ്മൻചാണ്ടി. കോട്ടയത്ത് മാണി സ്വീകരിച്ച നിലപാടിൽ കടുത്ത അമർഷം രേഖപ്പെടുത്തുന്നെന്നും കേരള കോൺഗ്രസിനുള്ളിൽ തന്നെ ഇക്കാര്യത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. കോൺഗ്രസിന്റെ നിലപാട് വളരെ വ്യക്തമാണ്. ഈ കാര്യത്തിൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കുന്നതിന് മുമ്പ് അവരോട് ഈ കാര്യം സംസാരിച്ചു. അവരുടെ കൂടി അംഗീകാരം, കാരണം അവരുടെ കൂടി ഒരു മുന്നണിയാണ്, അവരുടെ കൂടി അംഗീകാരത്തോടു കൂടിയാണ് രാജിവെക്കുന്നത് പോലും. അത് കഴിഞ്ഞ് 14 പേരും ഒന്നിച്ച് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ആരോടും ഒന്നും പറയാതെ എടുത്ത ഒരു നടപടി കടുത്ത അമർഷം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞങ്ങൾ ശക്തമായ രീതിയിൽ അതിൻ്റെ വികാരം പ്രകടിപ്പിച്ചിട്ടുണ്ട്. PJ ജോസഫിന് അസൗകര്യമായതുകൊണ്ടാണ് പാർട്ടി യോഗം കൂടാത്തതെന്ന് KM മാണി. 50 വർഷത്തിനിടെ നിരവധി പ്രതിസന്ധികൾ അതിജീവിച്ചാണ് വളർന്നതെന്നും ഇപ്പോഴത്തേത് പ്രതിസന്ധിയല്ലെന്നും മാണി പറഞ്ഞു. കേരള കോൺഗ്രസ് കടുത്ത പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിലാണ് പാർട്ടി ചെയർമാൻ KM മാണി വിളിച്ചു ചേർത്ത പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നിന്നും PJ ജോസഫും മോൻസ് ജോസഫും വിട്ടുനിന്നത്. രാത്രി 8 മണിക്ക് യോഗം ആരംഭിക്കുന്നതിന് മുൻപായി റോഷി അഗസ്റ്റിൻ, ജയരാജ്, ജോയി എബ്രഹാം MP എന്നിവർ മാണിയുടെ വസതിയിലെത്തിയിരുന്നു. എങ്കിലും CF തോമസ് MLA യോഗത്തിനെത്തിയില്ല. പിന്നീട് KM മാണി ഫോണിൽ വിളിച്ച് സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്നാണ് CF തോമസ് യോഗത്തിൽ പങ്കെടുക്കാനെത്തിയത്. യോഗത്തിൽ നിന്നും PJ ജോസഫ് വിഭാഗം വിട്ടുനിന്നതോടെ നടന്നത് അനൗപചാരിക യോഗമാണെന്ന വിശദീകരണമാണ് മാണി നൽകിയത്. ഒപ്പം കോൺഗ്രസ് നേതാക്കളുടെ വിമർശനത്തിനും മാണി മറുപടി നൽകി. PJക്ക് ഒരു അസൗകര്യമുണ്ട്, നമുക്ക് വേറെ ദിവസമാകാമെന്ന് മോൻസ് വിളിച്ചു പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ ഔപചാരികമായിട്ട് ഒരു യോഗം കൂടിയിട്ടില്ല. ഈ 50 വർഷത്തിനിടയിൽ എന്തെല്ലാം പരീക്ഷണങ്ങളും പ്രതിസന്ധികളും കണ്ടിട്ടുണ്ട്. അതിനെയൊക്കെ ഫേസ് ചെയ്തല്ലേ കേരള കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി ഒന്നുമില്ല. ഞാനും അതുപോലെയാണ്, അവരെയും കൈക്കൊള്ളല്ല. ഞങ്ങൾ എത്ര സ്നേഹത്തോടെ നടക്കുന്ന ആളുകളാ. എന്റെ കൈവിളയിലെ ഞാനും അവരെ കൊണ്ടുനടക്കുക, അവരും എന്നെ കൈവിളയെ കൊണ്ടുനടത്തുള്ളൂ. കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേതൃത്വം കൂടിയാലോചനകൾ നടത്താതിരുന്നതും അന്നുകൂടാതെ ഇപ്പോൾ പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചതിലുമുള്ള അനൌചിത്യം ചൂണ്ടിക്കാട്ടിയാണ് ജോസഫ് വിഭാഗം യോഗത്തിൽ നിന്നും വിട്ടുനിന്നത്. മാണി നേരിട്ട് PJ ജോസഫുമായി ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ജോസഫ് ഇതിന് തയ്യാറായില്ല. മോൻസ് ജോസഫുമായാണ് KM മാണി പിന്നീട് ആശയവിനിമയം നടത്തിയത്. അടുത്ത ദിവസം തന്നെ തിരുവനന്തപുരത്ത് പാർലമെന്ററി പാർട്ടി യോഗം ചേരാനും തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വാർത്തകളിലേക്ക്. കൊല്ലം കടയ്ക്കലിൽ 2.5 വയസ്സുകാരിയെ പിതാവ് പീഡിപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നു. രാജ്കുമാർ, എങ്ങനെയാണ് സംഭവം? ഇന്നലെയാണ് ഇതിൽ സംഭവം പുറത്തറിയുന്നത്. ഇതിനെ തുടർന്ന് ഈ കുട്ടിയുടെ അമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇതിൽ മദ്യലഹരിയിലായിരുന്ന പിതാവാണ് ഈ കുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ അറസ്റ്റ് ചെയ്തു. ഇയാൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. കുട്ടിയെ ഈ തിരുവനന്തപുരം SIT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കുട്ടിയുടെ നില അതീവ ഗുരുതരം എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചന. ഇതിൽ ഇപ്പോൾ രക്ഷിതാക്കളെല്ലാം കുട്ടികൾക്കൊപ്പമുണ്ട്. ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ശരി, രാജ്കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത് കൊല്ലത്തു നിന്നും. സെൻകുമാറിനെ സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇന്ന് പുറത്തിറങ്ങും. സാങ്കേതിക നടപടികൾ പൂർത്തിയായാൽ ഇന്ന് തന്നെ ചുമതല ഏറ്റെടുക്കാനാണ് സെൻകുമാറിന്റെ തീരുമാനം.
CPI ആണ് ശരിയായ ഇടതുപക്ഷ നിലപാടുമായി മുന്നോട്ടു പോകുന്നതെന്ന് രമേശ് ചെന്നിത്തല. ഡിവൈഎസ്പിമാരെ മാറ്റിയത് അസാധാരണ നടപടിയെന്നും രമേശ് ചെന്നിത്തല കൊല്ലത്ത് പറഞ്ഞു. ഇത് വളരെ അസാധാരണമായ ഒരു നടപടിയാണ്. പ്രധാനപ്പെട്ട കേസുകൾ അട്ടിമറിക്കാനും അതോടൊപ്പം തന്നെ നിയമവാഴ്ചയെ അട്ടിമറിക്കാനുമുള്ള ശ്രമമായിട്ടാണ് നമുക്കിതിനെ കാണുന്നത്. കേരള പോലീസിൻ്റെ ചരിത്രത്തിൽ ഇത്രയും വ്യാപകമായ ഒരു സ്ഥലമാറ്റം ഒരിക്കലും ഉണ്ടായിട്ടില്ല. CPI പലതും ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള അഭിപ്രായങ്ങളാണ് അവർ പുറപ്പെടുവിക്കുന്നത്. ദക്ഷിണ ദില്ലിയിലെ തുഗ്ലകാബാദിൽ ഗ്യാസ് കണ്ടെയ്നറിൽ നിന്നും വൻ ഗ്യാസ് ചോർച്ച. സമീപത്തെ സ്കൂളിൽ 100ഓളം വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ണിന് നീറ്റലും തൊണ്ടവേദനയും വിദ്യാർത്ഥികൾക്ക് ഉണ്ടെന്ന് സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ അറിയിച്ചു. 3 ആശുപത്രികളിലായി പ്രവേശിപ്പിച്ച വിദ്യാർത്ഥികളുടെ നില ഗുരുതരമല്ല. ദില്ലി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ സംഭവസ്ഥലം സന്ദർശിച്ചു. ഗ്യാസ് ചോർച്ചയെക്കുറിച്ച് ദില്ലി സർക്കാർ അന്വേഷണം ആരംഭിച്ചു. വൻകിട കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കണമെന്ന് VM സുധീരൻ. ഇക്കാര്യം ആവശ്യപ്പെട്ട് സുധീരൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. ഹാരിസൺ, ടാറ്റ തുടങ്ങിയവരുടെ കയ്യിൽ 5.5 ലക്ഷം ഏക്കറോളം ഭൂമിയുണ്ട്. ഇത് തിരിച്ചുപിടിക്കാൻ സർക്കാർ നടപടിയെടുക്കണമെന്നും സുധീരൻ ആവശ്യപ്പെട്ടു. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനുള്ള ശ്രമം പ്രതിപക്ഷം ഊർജിതമാക്കി. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഒഡീഷ മുഖ്യമന്ത്രിയും BJD നേതാവുമായ നവീൻ പട്നായിക്കുമായി ചർച്ച നടത്തി. സോണിയാഗാന്ധി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി അടുത്തയാഴ്ച കൂടിക്കാഴ്ച നടത്തും. NDAക്കെതിരായ പൊതുസമ്മതനായ സ്ഥാനാർത്ഥിക്ക് പിന്തുണ തേടിയാണ് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി BJD നേതാവും ഒഡീഷ മുഖ്യമന്ത്രിയുമായ നവീൻ പട്നായിക്കിനെ കണ്ടത്. രാഷ്ട്രപതി സ്ഥാനത്ത് മതേതരത്വത്തിൽ അടിയുറച്ചു വിശ്വസിക്കുന്ന ഒരാളെ എത്തിക്കുകയാണ് ഇപ്പോഴത്തെ കടമയെന്ന് യെച്ചൂരി നവീൻ പട്നായിക്കിനെ ധരിപ്പിച്ചു. പ്രതിപക്ഷം മത്സരിപ്പിക്കുന്ന പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നതിൽ വൈമനസ്യമില്ലെന്ന് നവീൻ പട്നായിക് യെച്ചൂരി അറിയിച്ചു. എന്നാൽ സ്ഥാനാർത്ഥിയായി ഒഡീഷ മുഖ്യമന്ത്രി ആരെയും നിർദ്ദേശിച്ചിട്ടില്ല. അതേസമയം മുതിർന്ന കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദ് തെലുങ്കാന രാഷ്ട്രസമിതി നേതാക്കളുമായി ബന്ധപ്പെട്ടതായാണ് സൂചന. CPI ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡിയും TRS നേതാവ് K കേശവറാവുമായി ചർച്ച നടത്തി. എന്നാൽ TRS പ്രതിപക്ഷം നിർത്തുന്ന പൊതുസമ്മതനെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ ഉറപ്പു നൽകിയിട്ടില്ല. പുതുതായി രൂപീകരിച്ച സംസ്ഥാനമായതിനാൽ കേന്ദ്രത്തിൽ നിന്നും കൂടുതൽ സഹായം പ്രതീക്ഷിക്കുന്ന TRS NDA സ്ഥാനാർത്ഥിയെ എതിർക്കാൻ തയ്യാറായേക്കില്ല. തൃണമൂൽ കോൺഗ്രസ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ഏറെ നിർണായകമാണ്. ശാരദ ചിട്ടി തട്ടിപ്പ് കേസിലും നാരദ കേസിലും അന്വേഷണം നടക്കുന്നതിനാൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയും വിഷമവൃത്തത്തിലാണ്. എന്നാൽ പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്ന സൂചന നേരത്തെ മമത നൽകിയിരുന്നു. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി അടുത്തയാഴ്ച മമതാ ബാനർജിയുമായി ചർച്ച നടത്തും. ന്യൂസ് ബ്യൂറോ, ദില്ലി. കുടുംബശ്രീ ട്രെയിനിംഗ് ഗ്രൂപ്പായ കർമ്മയുടെ നേതൃത്വത്തിൽ കൊല്ലം പീരങ്കി മൈതാനത്ത് നടക്കുന്ന ഗ്രാമീണ ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണനമേള കർമ്മ ഫെസ്റ്റ് മെയ് 7 സമാപിക്കും. കുടുംബശ്രീ ഗ്രൂപ്പുകളുടെ ജൈവ പച്ചക്കറികൾ, ചക്കമുക്ക്, മഹാരാഷ്ട്ര മുന്തിരി തുടങ്ങിയവ ഏറെ ശ്രദ്ധ നേടുന്നു. കുടുംബശ്രീ ഫുഡ് കോർട്ട് ഉമ്മാന്റെ വടക്കിനിയുടെ വിറ്റുവരവ് 10 ലക്ഷം രൂപ പിന്നിട്ടു. കുടുംബശ്രീയുടെ കർമ്മമേളയ്ക്ക് ഒരു മെനു ഉണ്ട്. അതുകൊണ്ട് തന്നെ മേള കാണാൻ എത്തുന്നവരെ ആകർഷിക്കാനുള്ള വിഭവങ്ങളും വിലക്കുറവും അതിലുണ്ട്. രസമാമ്പഴം മുതൽ പോഷകപ്പുട്ട് വരെ നീളുന്നതാണ് പ്രദർശനമേള. പ്രകൃതിയുടെ മുഴുവൻ ഗുണങ്ങളും മനുഷ്യർക്ക് സംഭാവന ചെയ്യുന്നതിന് മുൻതൂക്കം നൽകുന്നതോടൊപ്പം സ്വന്തം ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താനും അതുവഴി കുടുംബത്തെ പോറ്റാനും മേളയിലൂടെ കുടുംബശ്രീ അംഗങ്ങളെ പ്രാപ്തമാക്കുകയാണ് സർക്കാർ ലക്ഷ്യം. നവധാന്യങ്ങൾ കൊണ്ടുള്ള വിവിധ നാടൻ ഭക്ഷണങ്ങളുടെ പ്രദർശനം കാണുന്നവരുടെ വായിൽ കപ്പലോടും. തെരളി, പോഷക ഇഡ്ഡലി, പുട്ട്, ഇലയപ്പം, വിവിധ ഇനം മത്സ്യങ്ങൾ കൊണ്ടുള്ള കട്ട്ലറ്റ് തുടങ്ങി വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന പപ്പായ, പയർ, കാന്താരി, വെളിച്ചെണ്ണ, മഞ്ഞൾ, അങ്ങനെ പോകുന്നു വിശേഷങ്ങൾ. കാഴ്ചയ്ക്ക് സ്വാദ് കൂട്ടാൻ ചക്ക സ്റ്റോളും മേളയുടെ മെനുവിലുണ്ട്. പോഷകപ്പുട്ടെന്ന് പറയും. അത് അമൃതം പൊടി ഉണ്ടാക്കിയിട്ട് പിന്നെ പയറ്, ക്യാരറ്റ്, തേങ്ങ ഇങ്ങനെയൊക്കെയുള്ള സാധനം. ക്യാരറ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ വൈറ്റമിൻസ് ഉള്ളതും പച്ചക്കറിയാണ്. കുട്ടികൾ പച്ചക്കറി ഉപയോഗിക്കാത്ത കുട്ടികൾക്ക് പച്ചക്കറി കൂടുതൽ ശരീരത്തിൽ വേണ്ടതിനുണ്ട്. ആ പച്ചക്കറി കൂടുതൽ അതിൻ്റെ ശരീരത്തിൽ ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് ഈ പോഷകപ്പുട്ടെന്ന് പറഞ്ഞ് അതിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ കുട്ടികൾ ധാരാളം അത് ഉപയോഗിക്കും. കുടുംബശ്രീ എന്ന ബ്രാൻഡിന്റെ പ്രചരണമാണ് ലക്ഷ്യമെന്ന് സംഘാടകർ പറഞ്ഞു. കേരളത്തിലെ കുടുംബശ്രീ സംരംഭങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുക എന്നുള്ളതാണ് കേരളത്തിലെ കുടുംബശ്രീ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് യാതൊരുവിധ സാമ്പത്തിക സഹായവും ഇല്ലാതെ തന്നെ കുടുംബശ്രീ സംരംഭകർക്ക് സ്വന്തമായിട്ട് അവരുടെ സാധനങ്ങൾ വിൽക്കുന്നതിനുള്ള വിപണി കണ്ടെത്താമെന്ന് കൊല്ലത്ത് കർമ്മ ട്രെയിനിംഗ് ഗ്രൂപ്പ് തെളിയിച്ചിരിക്കുകയാണ്. ഗുണമേന്മയിൽ ഒരു ഇഞ്ച് പോലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തതിനാൽ വിഭവങ്ങളെല്ലാം സൂപ്പർ ഹിറ്റായി. മേള നാളെ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കൊല്ലം.
സാമൂഹ്യനീതി വകുപ്പിന് കീഴിലെ കൊല്ലം ചിൽഡ്രൻസ് ഹോമിൽ വിദ്യാർത്ഥികളെ നാടകം അഭ്യസിപ്പിച്ച് പ്രമുഖ നാടക സംഘമായ കാളിദാസ കലാകേന്ദ്രം 5 ദിവസത്തെ അവധിക്കാല തുമ്പിക്കൂട്ടം ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾ നാടകവും അവതരിപ്പിച്ചു. ഈ കോഴി പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഗോപാലട്ടന്റെ പറമ്പ് നിറയെ നെല്ലുണക്കാനിട്ടിരിക്കുക. ഇതിന്ന് മുഴുവൻ ഞാൻ തിന്നു തീർക്കും. നാടകത്തിന്റെ പേര് കൊക്കരക്കോ. അഭിനേതാക്കൾ എല്ലാം ചിൽഡ്രൻസ് ഹോമിലെ കുട്ടികൾ തന്നെ. ജീവിതത്തിൽ വൈര്യം മറന്ന് ചിരിക്കാൻ പഠിപ്പിക്കുകയാണ് 20 മിനിറ്റോളം ദൈർഘ്യമുള്ള ഈ കുഞ്ഞു നാടകം. ചെറിയ വാക്കുതർക്കങ്ങൾ എങ്ങനെ വലിയ കലഹങ്ങളായി മാറുന്നുവെന്ന് നാടകം വിവരിക്കുന്നു. ക്യാമ്പിന്റെ സമാപനം കൊല്ലം മേയർ വി രാജേന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. ഇത്തരത്തിലൊരു അവസരം ഒരുക്കിക്കൊണ്ട് അവിടെയൊക്കെ ഒരു ശേഷി നാടകവുമായി ബന്ധപ്പെടുത്തി അവിടെ ഒരു കലാപരമായ ശേഷി വളർത്തുക എന്നുള്ള ഒരു വലിയ പ്രവർത്തനമാണ് ഇവിടെ. 5 ദിവസക്കാലമാണെങ്കിൽ ഒരു ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് കാരണം ഒരു വലിയ ക്യാമ്പിൽ കുട്ടികൾ അവതരിപ്പിക്കുന്നില്ല. ഒരു മാസം പങ്കെടുത്തിട്ട് അവതരിപ്പിക്കുന്ന പോലെ കുട്ടികൾക്ക് അത് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. തുമ്പിക്കൂട്ടം എന്ന പേരിലാണ് കാളിദാസ കലാകേന്ദ്രം നാടക പഠന ക്യാമ്പ് സംഘടിപ്പിച്ചത്. നാടകത്തിന് അഭിരുചിയുള്ളവരെ കണ്ടെത്തി പ്രാഥമിക അറിവുകൾ പകർന്നു നൽകുകയായിരുന്നു 5 ദിവസത്തെ ക്യാമ്പിന്റെ ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. 111 മണിക്കൂർ സംഗീത പരിപാടി അവതരിപ്പിച്ച് ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കാൻ കലാകാരൻ തൃശൂർ നസീർ. 4000 സിനിമാ ഗാനങ്ങൾ ആലപിച്ചാണ് നസീർ റെക്കോർഡിനായി ശ്രമിക്കുന്നത്. നേരത്തെ 40 മണിക്കൂർ മിമിക്രി അവതരിപ്പിച്ചും 101 മണിക്കൂർ മൗത്ത് ഓർഗൻ വായിച്ചും നസീർ ഗിന്നസ് റെക്കോർഡ് കരസ്ഥമാക്കിയിരുന്നു. 111 മണിക്കൂർ സംഗീത പരിപാടി അവതരിപ്പിച്ച് പുതിയ ഗിന്നസ് റെക്കോർഡിലേക്ക് അടുക്കുകയാണ് തൃശൂർ നസീർ എന്ന ഈ കലാകാരൻ. 4000-ഓളം സിനിമാ ഗാനങ്ങൾക്കൊപ്പം മൗത്ത് ഓർഗണും വായിച്ചാണ് നസീറിന്റെ 5 ദിവസം നീളുന്ന പ്രകടനം. ലോകസമാധാനത്തിനായുള്ള സന്ദേശം നൽകാനാണ് തന്റെ ഉദ്യമമെന്ന് നസീർ പറയുന്നു. റെക്കോർഡ് ഇടുമ്പോൾ ജനങ്ങൾ ഇവിടെ വരും കാണാൻ. അപ്പോൾ അവർക്കൊരു സന്ദേശം കൂടി ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. മാനവ ഐക്യമാണ് വേണ്ടത്. മാനവ ഐക്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. 1990-ൽ 5 മണിക്കൂർ തുടർച്ചയായി മിമിക്രി അവതരിപ്പിച്ചാണ് തൃശൂർ നസീർ ആദ്യമായി ഗിന്നസ് ബുക്കിൽ ഇടം നേടിയത്. 40 മണിക്കൂർ മിമിക്രി അവതരിപ്പിച്ച് പഴയ റെക്കോർഡ് തിരുത്തിയ നസീർ പിന്നീട് മുംബൈയിൽ 101 മണിക്കൂർ മൗത്ത് ഓർഗൻ വായിച്ച് മറ്റൊരു റെക്കോർഡ് കരസ്ഥമാക്കി. ഒടുവിൽ പുതിയ ഗിന്നസ് റെക്കോർഡിനായി തിരുവനന്തപുരം മ്യൂസിയം പരിസരത്തെ ഗോപുരമാണ് നസീർ വേദിയാക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ടൂറിസ്റ്റ് കേന്ദ്രമായ ബേക്കലിൽ 3 നാൾ നീളുന്ന അന്താരാഷ്ട്ര പട്ടം പറത്തൽ മേളയ്ക്ക് ആവേശകരമായ തുടക്കം. 10ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള വിസ്മയവും കൗതുകവും പകരുന്നതുമായ ചെറുതും വലുതുമായ പട്ടങ്ങൾ പ്രദർശനത്തിലുണ്ട്. പട്ടം പറത്തൽ മേള ഞായറാഴ്ച വൈകിട്ട് സമാപിക്കും. ആഹ്ലാദവും ആവേശവും വിസ്മയവും പകർന്ന് രണ്ടാമത് ബേക്കൽ അന്താരാഷ്ട്ര പട്ടം പറത്തൽ മേളയ്ക്ക് തുടക്കമായി. അനുബന്ധ കലാപരിപാടികളും ബേക്കൽ പാർക്ക് ബീച്ചിൽ സംഘടിപ്പിച്ചിട്ടുള്ള മേളയിൽ അരങ്ങേറുന്നു. ചൈനയുൾപ്പെടെ 10ഓളം രാജ്യങ്ങളിലെ പട്ടങ്ങൾ ജനങ്ങളിൽ വിസ്മയം പകരുന്നുണ്ട്. കൂറ്റൻ കഥകളി പട്ടങ്ങൾ മുതൽ കുഞ്ഞൻ പട്ടങ്ങൾ വരെയുണ്ട് പ്രദർശനത്തിൽ. ഒരേ ചരടിൽ പാറുന്ന 200ഓളം കൊച്ചുപട്ടങ്ങളും കൗതുകം പകരുന്നു. ബേക്കലിന്റെ ടൂറിസം വികസനത്തിന് പട്ടം പറത്തൽ മേള സഹായകമാകുമെന്ന് ജില്ലാ കലക്ടർ ജീവൻ ബാബു പറഞ്ഞു. കാസർഗോഡ് ജില്ലയുടെ ഒരു ടൂറിസം വളർച്ചയ്ക്ക്, അത് സ്വദേശി ടൂറിസ്റ്റുകളും വിദേശത്തു നിന്നുള്ള ആളുകളെയും ഒരേപോലെ ആകർഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇപ്രകാരം ഒരു മേള നടത്തുന്നത്. ആളുകൾക്ക് അവധിക്കാലത്തും മറ്റ് സമയങ്ങളിലും മാനസിക ഉല്ലാസത്തിനും വേണ്ടിയിട്ടുള്ള പരിപാടികൾ ആണ് ടൂറിസത്തെ ഏറ്റവും കൂടുതൽ ആകർഷമാക്കുന്നത്. ജില്ലാ ഭരണകൂടം, BRDC, പള്ളിക്കര സർവീസ് സഹകരണ ബാങ്ക്, ബേക്കൽ ലയൺസ് ക്ലബ്ബ് എന്നിവ സംയുക്തമായാണ് മേള സംഘടിപ്പിച്ചിട്ടുള്ളത്. കാസർഗോഡ് ജില്ലാ കലക്ടർ ജീവൻ ബാബു മേള ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പോലീസ് മേധാവി KG സൈമൺ, BRDC മാനേജിംഗ് ഡയറക്ടർ TK മൻസൂർ, പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര, CA ശിവപ്രസാദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കടുത്ത വരൾച്ചയിൽ ക്ഷീരമേഖലയെ പിടിച്ചു നിർത്താൻ കാര്യക്ഷമമായ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് വയനാട്ടിലെ ചെറുകിട
ക്ഷീരസംഘങ്ങൾ. ബത്തേരിയിലെ വയനാട് മിൽക്ക് വരൾച്ചാ സഹായമായി തങ്ങളുടെ കർഷകർക്ക് വിതരണം ചെയ്തത് 174 ലക്ഷം രൂപയാണ്. സുസ്ഥിര ക്ഷീരവികസനത്തിനായി തീറ്റപ്പുൽ കൃഷിയിലേക്കുൾപ്പെടെ ഇത്തരം ക്ഷീരസംഘങ്ങൾ വ്യാപകമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണിപ്പോൾ.